അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫോറസ്റ്റ് ടൈമായി കേട്ടോ. 11:30 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അകത്ത് കയറാം. അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവിടെ പോയിട്ട് ആനകളുടെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാം. ಈಗ ನೋಡ್ತಾ ಇದ್ದೀರಲ್ಲ ಆನೆ ಇದೆ. ഇതാണ് കേട്ടോ എലിഫന്റ് ക്യാമ്പ്. ನಾವು 10 minutes ಲೇಟ್ ಆಗಿದ್ರು ಸಿಕ್ಕಿರಲಿಲ್ಲ. കറക്റ്റ് ടൈമിന് എത്തി. അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ಹೋಗ್ತಿದೆ ಈಗ ಆಲ್ರೆಡಿ. ഇതിനപ്പുറത്തൊക്കെ ഒരുപാട് ആനയുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് കാണാം. ഇത് കണ്ടോ, ഇവിടെ ടൈമായാൽ ആനകളെയൊക്കെ കൊണ്ടുപോകാം കേട്ടോ അങ്ങോട്ട്. ഇവിടെ വരികയാണെങ്കിൽ കുറച്ച് രാവിലെ വരണം. ഒരു 10 മണിക്ക് ഇവിടെ എത്തണം. എങ്കിൽ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലാ ആനകളെയും കാണാം. ഇപ്പോൾ കുറേ ആനകളൊക്കെ പോയി. ഇത് കണ്ടോ പോകുന്നുണ്ടോ. ഇനി ഇവരൊക്കെ ഭക്ഷണം കൊടുക്കാനും അങ്ങനെ അങ്ങനെയായിട്ട് കൊണ്ടുപോകണം അവരെ. അയ്യോ വേണ്ട, കുറേ ആനയുണ്ട് കേട്ടോ. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് എല്ലാം പോയി കേട്ടോ. ಸುಮಾರು ಆನೆಗಳು ಹೋಯ್ತು ಫ್ರೆಂಡ್ಸ್. ನಾವು ಬರೋದು ಲೇಟ್ ಆಯಿತು. ഇവിടെ ഒന്ന് അവിടെ ഒന്ന് ഒരു ചെറിയ ഒരെണ്ണം അവിടെ ഒരു ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് അങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് പോകുന്നു. ಹಾಗಾದರೆ ಎಲಿಫೆಂಟ್ ಎಲ್ಲ ನೋಡಿದ್ರಲ್ಲ ಫ್ರೆಂಡ್ಸ್. ಬರೋದು ಲೇಟ್ ಆಯಿತು. ಸುಮಾರು ಆನೆಗಳು ಹೋಯ್ತು. ಯಾಕೆಂದರೆ ನಮಗೆ ಅಲ್ಲಿ ಬರ್ಬೇಕಾದ್ರೆ ನಾವು ವಾಟ್ರಲ್ಲಿ ನಡ್ಕೊಂಡು ಬಂದಿದ್ದು ನೀರಲ್ಲಿ ಹೊಳೆಯಲ್ಲಿ. ಅದು ವಿಡಿಯೋ ಮಾಡೋಕ್ಕಾಗಲಿಲ್ಲ ಅರ್ಜೆಂಟಲ್ಲಿ. ಈಗ ಹೋಗಿ ಅದನ್ನ ಮಾಡೋದು. ഇത് കണ്ടോ, ആനേനെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. കണ്ടോ, ഇവിടെ ഒരു 10 മണിക്ക് വരികയാണെങ്കിൽ നമുക്ക് ആനേനെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം. ഇവരിപ്പോൾ അവിടെ കുറേ സമയം വെയിലത്ത് നിർത്തിയതല്ലേ, അങ്ങനെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു വലിയൊരു ആന വരുന്നു കണ്ടോ. ആ വലിയ കൊമ്പൻ, എന്താ തലയെടുപ്പല്ലേ. ഇവർ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കയറാൻ വരുവാണ്. അയ്യോ, പണി പാളി, വെള്ളം കൊയ്ത് കൊടുത്തെല്ലായിരിക്കും. ഇവിടെയുള്ള ഗാർഡൻ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞതാട്ടാ. ആരും അനുസരിച്ചില്ല. ആന വന്നിട്ട് വെള്ളം അടിച്ചു കൊടുത്തപ്പോൾ സമാധാനമായി. അതെന്തായാലും പൊളിച്ചു. ഇത് കണ്ടോ, ഇതാണ് ചെറിയ പാവപ്പെട്ടാൻ. ഇതൊക്കെ കുറേ സമയം വെയിലത്ത് നിന്നല്ലേ അവിടെ, അങ്ങനെ വെള്ളം കുടിക്കാണ് വന്നിട്ട്. ആളെ കളി കണ്ടിട്ട് ഇവിടുന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുമെന്ന് തോന്നുന്നത്. കുളിക്കാനുള്ളൊരു മട്ടാണെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. കുറേ സമയം വെയിലത്ത് നിന്നതല്ലേ, അപ്പോൾ നല്ലതുപോലെ ചൂടാവും. അപ്പോൾ ഇവർ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് തണുപ്പ് വരത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഇവൻ. കണ്ടോ ആനയെ കുളിപ്പിക്കുന്ന. ಹಾಗಾದರೆ ನೋಡ್ತಿದ್ರಲ್ಲ ಫ್ರೆಂಡ್ಸ್, ಆನೆ ಸ್ನಾನ ಮಾಡಿಸ್ತಿದ್ದಾರೆ. ನಾವು ಇದು ನೋಡಲಿಕ್ಕೆ ಬಂದಿದ್ದು. അതാ കുളിയൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റു.
ആ ഒരു സൈഡ് കുളി കഴിഞ്ഞിട്ടില്ല, മറ്റേ സൈഡ് അടുത്ത കുളിയാണ്. കണ്ടോ? ആ അതാണ്. അങ്ങനെ ആ സൈഡും കുളി കഴിഞ്ഞു. ആളെഴുന്നേറ്റു. ആളങ്ങനെ തിരിച്ചു വരുന്നു. ആ കണ്ടോ, നമസ്കാരം കാണിക്കുന്നു. അയ്യോ നമസ്കാരം കാണിച്ചതാ, വെള്ളടിച്ചതാ. കൊള്ളാം അല്ലേ? അയ്യോ ആ അടുത്ത വെള്ളടിക്കാനുള്ള പരിപാടി കേട്ടോ. അയ്യോ നമ്മൾ നേരത്തെ വെള്ളടിച്ചിട്ടുണ്ട്, ക്യാമറയിൽ വെള്ളം. ഇതങ്ങനെ അപ്പുറത്തെ സൈഡ് വെള്ളടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ₹100 പറയാനാ കേട്ടോ. 100 കൊടുത്തു കഴിഞ്ഞാൽ ആനയെ കൊണ്ട് ദേഹത്ത് വെള്ളം അടുപ്പിച്ചത് കണ്ടോ. അയ്യോ അയാളെ മോന്തയൊക്കെ പോയി. ആ മകൂക്കുന്നോളൂ, മകൂ ഫേസ് നഗടുത്തതാണ്. അയ്യോ ഇല്ല, തളർന്നു ആന. ಅದು ನೋಡ್ತಿದ್ದೀರಲ್ಲ ಫ್ರೆಂಡ್ಸ್, ಅದು ಮೊಗದ ಮೇಲೆ ನೀರು ಎರ್ಚುತ್ತದೆ ಆಯ್ತಾ. ಅದು ₹100. ಅದೇ ನೋಡಿ, ಆ ಮಗುಗೆ ಎರ್ಚುತ್ತಿದೆ ನೋಡಿ. കണ്ടോ, ഇവിടെ എല്ലാവരുടെ അടുത്തും പൈസ വാങ്ങുന്നുണ്ടോ. 100 രൂപയാണെന്ന് അവർ പറയുന്നത്. ഇത് പാപ്പന്മാർ പൈസ ആക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഇവിടെ ഈ ക്യാമ്പുമായിട്ടൊരു ബന്ധമുള്ളതല്ല. അപ്പോൾ അവർ വെള്ളടിക്കണമെങ്കിൽ അവർക്ക് 100 രൂപ കൊടുക്കുക. അത് അവരെ ചിലവിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ഒരുപാട് ആളുണ്ട് കേട്ടോ വെള്ളടിക്കാൻ, ആനയെ കൊണ്ട് വെള്ളടിപ്പിക്കാൻ വേണ്ടി. അതൊരു വിശ്വാസമാണ്. ಹಾಗಾದ್ರೆ ಆನೆದು ಸ್ಥಾನ ಎಲ್ಲ ಆಯ್ತು, ಅದು ಹೋಯ್ತು, ಟೈಮ್ ಸಹ ಆಯ್ತು. അങ്ങനെ നമ്മളും തിരിക്കുകയാണ്. ರಿಟರ್ನ್ ಹೋಗ್ತಾ ಇದೀವಿ. ഈ പുഴ വലിയ പുഴയാണ് കേട്ടോ. ಈಗ ನಾವು ನೀರಿಗೆ ಹೋಗ್ತಾ ಇದೀವಿ. അതെ, നമ്മളിനി പുഴ കടക്കാൻ പോകും കേട്ടോ. പുഴ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്പീഡിൽ വരിക, ടൈം ആയതുകൊണ്ട്. കണ്ടോ, ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ കറക്റ്റ് ടൈമിന് വന്നില്ല, ആനയെ കാണില്ലായിരുന്നു. പൂജാരിയുടെ കാര്യം ഇതുണ്ട്. ഈ പുഴയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഴക്കാലം എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നോക്കിയേ. നമ്മൾക്ക് ഏകദേശം പുഴേൻ്റെ അകത്ത് മാത്രം 1/2 കിലോമീറ്റർ വരും നടക്കാൻ. ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ ആനയെ കാണാൻ. ಬೋಟಿಂಗ್ಸ್ ಇದೆ. ನನಗೆ ಈ ನೀರಲ್ಲಿ ಹೋಗೋಕ್ಕೆ ಭಯ. ಇನ್ನು ಬೋಟಿಂಗ್ ಅಂತ ನಾನಂತೂ ಹೋಗಲ್ಲ. ഇവിടെയൊക്കെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കില്ല. അപ്പോൾ നമ്മൾ ക്യാമ്പൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. നമ്മൾ തിരിച്ചു. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഈ വരുന്ന വഴിക്ക് ഫുള്ള് ഹോം മെയ്ഡ് വൈൻ്റെ ഷോപ്പാണ് കേട്ടോ. ഹണി ചോക്ലേറ്റ്, ഹോം മെയ്ഡ് വൈന്, ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പുകൾ ഫുൾ. എത്ര ഷോപ്പാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇതേ റൂട്ടിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സിദ്ധാപുരം എത്താം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിദ്ധാപുരത്തേക്കാണ് പോകുന്നത്. ഇതുകൊണ്ടോ നമ്മൾ ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡിലുണ്ട് നല്ല തോട്ടങ്ങളാണ്. കാപ്പി, കുരുമുളക്, അങ്ങനെയൊക്കെയുള്ള നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള തോട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെ കൂർഗ്. കൂർഗിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ റോഡ് ഇച്ചിരി മോശമാണ്. ഈ കൂർഗിൽ എല്ലാ ഭാഗത്തും ഏകദേശം റോഡ് ഇച്ചിരി മോശമാണ്. പക്ഷേ നമുക്ക് നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല അത്രക്കൊരു പച്ചപ്പ് എന്ന് വെച്ചാൽ കാപ്പി, കുരുമുളക്, ഇങ്ങനെയുള്ള തോട്ടങ്ങൾ. പിന്നെ നമുക്ക് എത്ര യാത്ര ചെയ്താലും മടുപ്പ് വരാത്തൊരു സ്ഥലം.
എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് വർഷമായി കൂർഗിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്താലും നമുക്കൊരു മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് കൂർഗ്. കണ്ടോ എന്ത് നല്ല സ്റ്റൈലായിട്ട് ആ തോട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കിയാൽ ഫുൾ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ കാപ്പി, കുരുമുളക്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നല്ല ചൂടിൻ്റെ ടൈമാട്ടോ, നല്ല വെയിലാണ്. എന്നിട്ട് പോലും ഇവിടെയുള്ളൊരു ഗ്രീനറി കണ്ടോ. അപ്പോൾ ഇവിടെ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാലുള്ളൊരു ഫീൽ എന്തായിരിക്കും, അടിപൊളിയാണ്. ഈ റോഡ് നമുക്ക് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മടിക്കേരി പോവാം. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് കേട്ടോ, സിദ്ധാപുരം, വിരാജ്പേട്ട അങ്ങനെ നാട്ടിലേക്ക് പോവാണ്. ഇത് കണ്ട വീണ്ടും കാവേരി. ഇത് ഏത് വഴി പോയാലും കാവേരീൻ്റെ മേളിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. നെല്ലൂന്നിക്കരിയാണ് കേട്ടോ, നെല്ലൂന്നിക്കരി. ഇതും കാവേരി പുഴ തന്നെയാണ്. അങ്ങനെ നമ്മൾ സിദ്ധാപുരം എത്തി കേട്ടോ. ഇതാണ് സിദ്ധാപുരം ടൗൺ. സ്ട്രൈറ്റ് പോവാം, സ്ട്രൈറ്റ്. ഇതാണ് സിദ്ധാപുരം ബസ് സ്റ്റാൻഡാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ ചന്തയാണ്, അതേ സ്ഥലക്കാരും. അത് നമ്മളെ മൈസൂർ റോഡാണ്. വിശന്നുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി, കഴിക്കാല്ലേ. ഇതുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ, ഹോം മെയ്ഡ് ബ്രെയിൻ. എത്ര റേറ്റ് എത്ര പറഞ്ഞു? 250. അല്ല അവിടെ അറിയില്ല, ഇവിടെ 250. അല്ല ഞങ്ങൾ വാങ്ങാനല്ല, ഞങ്ങൾ വേറെ ചോദിച്ചു, ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇതുണ്ടോ നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് സിദ്ധാപുരം പോകുന്ന റൂട്ടിലുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ ആരെങ്കിലും സിദ്ധാപുരം മടിക്കേരി വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി കഴിച്ചോ, കുഴപ്പമില്ല. ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡാണ്. ഇത് വിരാജ്പേട്ടുള്ളൊരു ദന്തൽ കോളേജാണ്. ഇഷ്ടം പോലെ മലയാളി സ്റ്റുഡൻസ് ഉള്ളൊരു കോളേജാണ്. നമ്മളങ്ങനെ വീരാജ്പേട്ടയൊക്കെ കഴിഞ്ഞ് പെരുമ്പാടി എത്തി കേട്ടോ. പെരുമ്പാടിയാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഗോണിക്കൊപ്പ മൈസൂരോട്ട് പോകാം. ബൈപ്പാസാണ് അത്. ഇത് നമ്മളിപ്പം വിരാജ്പേട്ട ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. അപ്പം രണ്ട് സൈഡും നല്ല തോട്ടം, കാപ്പിത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് യാത്ര ചെയ്യാൻ. ഇതാണ് കേട്ടോ പെരുമ്പാടി ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോണിക്കുപ്പം മൈസൂർ. നാട്ടിൽ നിന്ന് വരുന്നവണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി, അതാണ് അടുത്ത്. ഇത് ബൈപ്പാസാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇനി നല്ല അടിപൊളി ഫോറസ്റ്റ് എന്നുള്ള യാത്രയാണ് കേട്ടോ. നമ്മളെ ഗൂർഗ് ഫോറസ്റ്റ്, കൂട്ടുപുഴ, മാക്കൂട്ടം, ആ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ തന്നെ റൈറ്റ് സൈഡിലൊരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റിലും ഉണ്ട് കേട്ടോ, അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ്, നല്ല വ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. നമ്മളെ പെരുമ്പാടി ലേക്കിൻ്റെ തൊട്ടടുത്താണത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ എല്ലാ കാഴ്ചകളും കാണാം, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ്, ലേക്ക് വ്യൂ. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് പെരുമ്പാടി ലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ പെരുമ്പാടി ലേക്ക്. നല്ല വലുപ്പമുണ്ട് ഇത്, പക്ഷേ സൈഡിലൊക്കെ കാടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു കാഴ്ച കിട്ടുന്നില്ല. കൈ തോർത്ത്
അയ്യോ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. ഗാഡി സ്റ്റോപ്പ് ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിരാജ്പേട്ടയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള ഹനുമാൻ ടെമ്പിളാണ് കേട്ടോ ഇത്. ഇത് പറയുന്ന മകുടിപ്പാറ എന്നാണ് പറയാറ്. സ്ഥലത്തിൻ്റെ പേര് മകുടിപ്പാറ. വലിയൊരു പാറയാണ്. താഴെ നിന്ന് മേലെ വരെ ഉണ്ട്. ಮಳೆಕಾಲ ಫುಲ್ಲು വെള്ളമായിരിക്കും പാറേൻ്റെ മേലിൽ. ಹಾಗಾದ್ರೆ ನೋಡ್ತಾ ಇದ್ದೀರಲ್ಲ ಫ್ರೆಂಡ್ಸ್, ಇದು ಮಗಡಿ ಪಾರ ಅಂತ ಹೇಳ್ತಾರೆ. ಹನುಮಾನ್ ಟೆಂಪಲ್ ಮಳೆ ಟೈಮಲ್ಲಿ ಫುಲ್ ನೀರು ಬೀಳ್ತಾ ಇರುತ್ತೆ. ഇനി ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ മാക്കൂട്ടം കൂട്ടുപുഴ വരെ ഫുള്ള് ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയാട്ടോ. അത് അടിപൊളിയാണ്, ഒരു പ്രത്യേക ഫീലാണ്. ഇത് മാക്കൂട്ടം ചെക്ക് പോസ്റ്റാണ് കേട്ടോ, കർണാടക ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂട്ടുപുഴ പാലം വരുന്നത്. ഇതാണ് നമ്മുടെ കൂട്ടുപുഴ പുതിയ പാലം. പഴയ പാലം കുറച്ചും കൂടെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ കേരളത്തിന് ചെക്കിംഗ് ഉണ്ടായിരുന്നു, നമ്മളെ പിടിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പൊക്കമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.